അതിന് പാമ്പിന്റെ ഒരു പ്രദേശമാണല്ലോ ആ മല. ആ മലയിൽ ഇറങ്ങുന്നുണ്ടാവും ചൂടായിട്ട്. പിന്നെ അതല്ല, വീടിന്റെ മുറ്റത്ത് മുന്തിരി വള്ളി ഉണ്ട്. സിറ്റൗട്ടിന്റെ കോണുമ്മക്ക് കയറ് കെട്ടിച്ചുകൊണ്ട് വളർത്തിയിരുന്നു. മുന്തിരി വള്ളിമ്മ കൂടെ പെരമ്മക്ക് ചാരിച്ചിട്ടുള്ള ഒരു ചെടിയും പാടില്ല എന്ന് മനസ്സിലായില്ലപ്പോ. സെക്കിറാക്കൂനൊക്കെ ആ പരിപാടിയാണ്. സെക്കിറാക്കൂനും ഓൽക്കൊക്കെ ഉണ്ടാ പരിപാടി. കാരണം ഇത് ചെറിയ പാമ്പാണ്. നമ്മളെ വിരലിന്റെ വണ്ണവും കൂടി ഇല്ല ഈ പാമ്പിന്. അപ്പൊ അത്ര വേണ്ട, അത്ര ചെറിയ ഇത് മുട്ട വിരിഞ്ഞ ആ പാമ്പിന്റെ കുട്ടിയായ ആ കുട്ടിക്ക് പോലും ഭയങ്കര വിഷമാണ്. പിന്നെ അതിന്റെ പല്ല് കുഞ്ഞി പല്ലാണല്ലോ, നമുക്ക് കാണൂലോ. അതായത് ഒരു ശരീരത്തിൽ കുത്തിയാൽ തന്നെ, കടിച്ചാൽ തന്നെ ശരീരത്തിൽ അതിന് മുറിപ്പാടും കൂടി കാണാൻ മാത്രം വലിപ്പത്തിൽ ഉണ്ടാവൂല. സാധാരണ പാമ്പ് കുത്തിയാൽ തന്നെ കുഞ്ഞി പുള്ളിയല്ലേ ഉണ്ടാവുള്ളൂ. ഇത് അത്രയും കാണൂല. അത്ര ചെറിയ പല്ലുകളാണല്ലോ ഈ പാമ്പിന്. പക്ഷെ ഈ മൂർഖന്റെയും ഇതിന്റെ ഏറ്റവും വലിയ വിഷം രാജവമ്പാലക്കാണ്. പിന്നെ മൂർഖനാണ്. പക്ഷെ അതിലേറെ അപകടകാരി ഈ പാമ്പാണല്ലോ. ഒന്നാമത് കടിച്ചൂന്ന് അറിയാത്തോണ്ട് ആൾക്കാര് കടിച്ചൂന്ന് അറിയില്ല, വേദനയൊന്നും വരൂല. പക്ഷെ അത് വിഷ അകത്തേക്ക് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാല് പിന്നെ ഇതാവും ചെയ്യും. പിന്നെ അതല്ല, ഓലെ പറഞ്ഞിട്ട് കാര്യമില്ല. പെരന്റെ ഉള്ളില് പാമ്പ് കയറുന്നോ കുട്ടികളെ പാമ്പാ കടിച്ചിരുന്നോ ഓൽക്കറിയില്ലല്ലോ. ഓലൊക്കെ ഉറങ്ങല്ലേ, ഉറക്കത്തിലല്ലേ. ചെലപ്പോ ഞമ്മളെ കണ്ടിട്ട് പാമ്പറക്കോ എറുമ്പൊക്കെ കടിച്ചിട്ടില്ലേ. പാമ്പുറുമ്പടിച്ച് നമ്മളറിയില്ലല്ലോ. ഇല്ലല്ലോ. ഇനിയിപ്പൊ അഥവാ കടിച്ചാലും നമ്മള് ഒരു കുത്തന്തോ കടിച്ചു പോയിന്നല്ലേ നമ്മള് പറയാ. എന്താലേ, ഞാൻ എന്നിട്ട് പിന്നെ അതിങ്ങനെ ആലോചിച്ച് കുത്തിരിക്കീന് ഇവിടെ. നമ്മളാ റൂമുക്ക് വാതില് ജനല് തുറന്നിടാൻ പാടില്ല. കാരണം മരം അയിമക്ക് ചാരി നിൽക്കുന്നുണ്ടായതുകൊണ്ടേ. അതുകൊണ്ട് കാര്യമില്ല, ജനല് തുറന്നിട്ടില്ലാണ്ട് കാര്യമില്ല. അതിന്റെ എയർ ഹോള് 5-6 ഓട്ടണ്ട് അവിടെ മോളില്. ആ മരത്തിന് അത്രയും ഉയരണ്ടേ. ഞാൻ ഇന്നലെ ഇങ്ങനെ വർത്താനം ഇങ്ങനെ പറഞ്ഞപ്പോ ചൂടിന്റെ പറഞ്ഞപ്പോ തന്നെ ഞാൻ ആ ഭാഗം തുറക്കലില്ല. അവിടെ മരമായിട്ട് വല്ല പാമ്പുക്കളും വരും കരുതിയിട്ട് പറഞ്ഞപ്പോ തന്നെ ശിബിലി പറഞ്ഞു ഐറ്റങ്ങോടെ വെട്ടിക്കൊടുക്കാൻ പറഞ്ഞതിന് ശേഷം ഒരു ഇതില് വെട്ടിയിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ ഇന്നും ഞമ്മക്ക് പറയണ്ടേ. അല്ല, അത് ഈ വേനൽക്കാലം കഴിഞ്ഞിട്ട് പറയാം. എന്നിട്ട് അയിമത്തെ ആ എയർ ഹോളിന്റെ ആ മരം നല്ല ഉയരണ്ട്. നമ്മള് മേലെ പോയിരിക്കുമ്പോ കണ്ടിട്ടില്ലേ, അതിന്റെ മേലക്കെറ്റാ അതിന്റെ ഉയരം നമ്മള്. അപ്പൊ ഈ എയർ ഹോളിന്റെ ഉള്ളിൽ കൂടെ വലിയ പാമ്പാക്ക് തന്നെ വരാൻ വെക്കുമല്ലോ. ഞാൻ എന്നിട്ട് പിന്നെ രാവിലെ അടിച്ചോരിപ്പം തുടച്ചപ്പോഴും കൈമൊക്കെ നോക്കി കുത്തിറക്കി. ആദ്യമൊന്നും പാമ്പാള് ഉള്ളിലേക്ക് കയറൂല, മിനുസെല്ലോടത്തേക്ക് കയറൂല എന്നൊക്കെ വെറുതെ പറയുന്നത്. ഇറ്റെല്ലാടും